من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കുഴപ്പമില്ലല്ലോ. അൽ ഹദീസു അത്താസിഅ അശറ, 19ാമത്തെ ഹദീസ്. ഔനുല്ലാഹി തആല വഹിഫുദുഹു, ഔന് സഹായം, ഹിഫുദ് സംരക്ഷണം, അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹുവിൻ്റെ സംരക്ഷണവും എന്നാണ് നമ്മുടെ പാഠം. ഹദീസിൻ്റെ ഹെഡിങ് അതാണ്. അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹുവിൻ്റെ സംരക്ഷണവും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ സുബൈർക്ക? അപ്പൊ ഈ ഹദീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായവും സംരക്ഷണവും നമുക്ക് ലഭിക്കും. അൻ അബിൽ അബ്ബാസി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പയുടെ സഹോദരനാണ് അബ്ബാസ് റളിയല്ലാഹു. അദ്ദേഹത്തിൻ്റെ മകൻ വലിയ പണ്ഡിതനാണ്. നബി തങ്ങൾ പ്രത്യേകം ദുആ ചെയ്തു കൊടുത്ത ഒരാളാണ്. ദീനിൽ വലിയ അറിവുള്ള ആളാക്കണം, അതുപോലെ വലിയ പണ്ഡിതനാക്കണം, ഖുർആൻ പണ്ഡിതനാക്കണം എന്നൊക്കെ നബിതങ്ങൾ ദുആ ചെയ്തു കൊടുത്ത വലിയ മഹാനാണ്. നബിതങ്ങളുടെ ജീവിതകാലത്ത് വളരെ കുറഞ്ഞ പ്രായമേ ഉള്ളൂ ഉണ്ടായിരുന്നു. 15-20 വയസ്സിൻ്റെ അടുത്തായിരുന്നു പ്രായം ഉണ്ടായിരുന്നത്. വലിയ പണ്ഡിതനാണ്. റഈസുൽ മുഫസ്സിരീൻ എന്നാണ് അറിയപ്പെടുന്നത്. മുഫസ്സിരീങ്ങളുടെ ചീഫ്, നേതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം പറയുകയാണ്, കുൻതു ഖൽഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കുൻതു ഞാനായിരുന്നു, ഖൽഫൻ നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിറകിലായിരുന്നു, യൗമൻ ഒരു ദിവസം. നബി തങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനത്തിന് പിറകിൽ ഇരിക്കുകയായിരുന്നു ഒരു ദിവസം. അപ്പോൾ ആ സംഭവം കൃത്യമായി ഓർമ്മയുണ്ട്. എപ്പോഴാണിത് പറഞ്ഞത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താനും അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തിയെക്കുറിച്ച് നമുക്കൊരു ബലം തരുക എന്നതിനു വേണ്ടിയുള്ള ഒരു എക്സ്ട്രാ വിവരം, ഇൻഫർമേഷനാണ് നൽകിയത്. അത് ആ ഹദീസിൻ്റെ സ്വീകാര്യതയെ ബലപ്പെടുത്തുന്നത് കൂടിയാണ്. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ ഗുലാമു, മോനെ, ഇന്നി ഉഅല്ലിമുക, ഞാൻ നിനക്കു പഠിപ്പിച്ചു തരട്ടെ, കലിമാത്തിൻ, ചില ഉപദേശങ്ങളെ, ചില വാചകങ്ങളെ, ചില ഉപദേശങ്ങളെ ഞാൻ നിനക്കു പഠിപ്പിച്ചു തരാം. ഇഹ്ഫദില്ലാഹ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. എന്നാൽ യഹ്ഫദുക, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിന്നെ സൂക്ഷിക്കും, നിന്നെ സംരക്ഷിക്കും. നിനക്ക് അപകടങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. ഇഹ്ഫദില്ലാഹ, അള്ളാഹുവിനെ നീ സൂക്ഷിക്കണം. ഒന്നും കൂടി പറയണം, നേരത്തെ പറഞ്ഞ ആശയം തന്നെയാണ്. അപ്പം അത്രയും നമ്മൾ പേടിച്ച് ഭക്തിയോടുകൂടെ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കണം എന്ന് ഒന്നുകൂടി നിബിധങ്ങൾ ബലപ്പെടുത്തി പറയുക. അങ്ങനെ ചെയ്താൽ തജിദ്ഹു തുജാഹക്ക, നിനക്ക് അള്ളാഹുവിനെ നിന്റെ മുൻപിൽ എത്തിക്കാം, നിന്റെ മുൻപിൽ കാണാം. നിന്റെ മുഴുവൻ വിഷയങ്ങൾ, നമ്മൾ മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു വിഷയത്തിനാണോ മുന്നിട്ടിറങ്ങുന്നത്
അത് ദുന്യവിയായ കാര്യങ്ങൾക്കും അള്ളാഹു നമ്മെ സംരക്ഷിക്കും. നാളെ നമുക്ക് വരാനുള്ള നമ്മുടെ മുൻപിലുള്ള കാര്യമാണ് പരലോകം. പരലോകത്തെ വിഷയവും അള്ളാഹു നമ്മെ സംരക്ഷിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യഹ്ഫദില്ലാഹ യഹ്ഫദുക, യഹ്ഫദില്ലാഹ തജിദ് തുജാഹക. തുജാഹ് എന്ന് പറഞ്ഞാൽ മുൻപ് എന്നാണ്. മുമ്പിൽ മാത്രമല്ല സംരക്ഷണം നൽകുക. സാധാരണ നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് പറയും എൻ്റെ മുന്നിൽ ഉണ്ട്, എൻ്റെ എന്നാണല്ലോ പറയുക. ആ നിലക്ക് അവിടെ ഒരു പ്രയോഗം നടത്തി. അതും എല്ലാ നിലക്കുമുള്ള സംരക്ഷണവും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. ഇദാ സഅൽത, നീ ചോദിക്കുകയാണെങ്കിൽ, ഫസ്അലില്ലാഹ, അള്ളാഹുവിനോട് ചോദിക്കും. ഒരു മടിയുമില്ലാത്ത, ഒരു മടുപ്പുമില്ലാത്ത ആളാണ് എന്ന് അള്ളാഹു തരും. എത്ര നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുവോ അത്രയും നമുക്ക് അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എന്നാൽ സൃഷ്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ സൃഷ്ടികൾ മടുപ്പ് വരും, അവർ ബുദ്ധിമുട്ടാക്കും. അപ്പോൾ അള്ളാഹുവിനോട് നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. വഇദസ്തഅൻത, നീ സഹായം തേടുകയാണെങ്കിൽ ഫസ്തഇൻ ബില്ലാഹ്, അള്ളാഹുവിനോട് നീ സഹായം ചോദിക്കുക. എന്താണോ നിനക്ക് വേണ്ടത് അള്ളാഹുവിനോട് ചോദിക്കുക. ഒരു കുറവുമില്ലാത്ത അവൻ്റെ ഖജനാവ് വിശാലമാണല്ലോ, അവൻ തരും. ആ ഉറപ്പോടുകൂടെ അള്ളാഹുവിനോട് ചോദിക്കുക, നമുക്ക് സഹായം കിട്ടും. വഅലം, ഈ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നീ അറിയണം, അന്നൽ ഉമ്മത്ത, തീർച്ചയായും സമൂഹം, അതായത് ഒരു കൂട്ടം ആളുകൾ, ലവിജിത്തമഅത്, അവർ എല്ലാവരും ഐക്യപ്പെട്ടോ, അലാ അൻ യൻഫഉക, നിനക്ക് ഉപകാരം ചെയ്യാൻ, നിനക്കൊരു ഗുണം ചെയ്യാൻ, നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി എല്ലാ ജനങ്ങളും ഐക്യപ്പെട്ടു. ബിശൈഇൻ, ഒരു കാര്യം, ഏതോ ഒരു കാര്യം കൊണ്ട് ഗുണം ചെയ്യാൻ നിന്നോട് എല്ലാവരും കൂടി തീരുമാനിച്ചു. എന്നാൽ ലം യൻഫഉക, അവർക്ക് നിനക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കില്ല. ഇല്ലാ ബിശൈഇൻ, ഒരു കാര്യം കൊണ്ടല്ലാതെ. ഖദ് ഖത്തബഹുല്ലാഹു ലക, അല്ലാഹു നിനക്ക് രേഖപ്പെടുത്തിയ കാര്യം, അള്ളാഹു നിനക്ക് രേഖപ്പെടുത്തി, നിനക്ക് കിട്ടണം, നിനക്ക് ലഭിക്കണം എന്ന് അള്ളാഹു കണക്കാക്കിയ ഒരു കാര്യം കൊണ്ടല്ലാതെ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും നിനക്ക് ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നാലും ഒന്നും നിനക്ക് കിട്ടുകയില്ല. മനസ്സിലായോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഒന്നുകൂടി പറയണം. ബഷീർക്ക, ഹഫീസ്, ഒന്നുകൂടി പറയണം. വേഗം നോക്കണം കേട്ടോ, മോനെ. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഒന്നുകൂടി പറയാം. അവിടെ വഅലം, നീ ഉറപ്പിക്കണം, നിനക്ക് ഈമാൻ ഉണ്ടാവണം. എന്താ നീ ഉറപ്പിക്കേണ്ടത്, നീ അറിയേണ്ടത്? അന്നൽ ഉമ്മത്ത, തീർച്ചയായും ഒരു സമൂഹം, ലവിജ്തമഅത്, അവർ ഐക്യപ്പെട്ടാൽ, അലാ അൻ യൻഫഉക, നിനക്ക് ഉപകാരം ചെയ്യുന്നതിൻ്റെ മേൽ എല്ലാവരും ഐക്യപ്പെട്ടാൽ, ബിശൈഇൻ, ഒരു കാര്യം കൊണ്ട് ഉപകാരം ചെയ്യുന്നതിൻ്റെ മേൽ എല്ലാവരും തീരുമാനിച്ചു ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണം, എന്തെങ്കിലും ഗുണം ചെയ്തു കൊടുക്കണം എന്ന് ആഗ്രഹിച്ചു. എന്നാൽ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ, ഒരു കാര്യം കൊണ്ടല്ലാതെ അവർക്ക് നിനക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കുകയില്ല. എങ്ങനെയുള്ള ഒരു കാര്യം? ഖദ് കത്തബഹുല്ലാഹു ലക, അള്ളാഹു നിനക്ക് കണക്കാക്കിയ ഒരു കാര്യം കൊണ്ടല്ലാതെ. അള്ളാഹു നിനക്ക് എന്താണോ കണക്കാക്കിയത് അത് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. വഇനിജ്തമഉ, ഇനി അവർ ഐക്യപ്പെട്ടാൽ, അലാ അൻ യദുറൂക ബിശൈഇൻ, നിനക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ചെയ്യണം, നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണം, നിനക്കൊരു വിഷമമുണ്ടാക്കണം എന്ന് ആരെങ്കിലും എല്ലാവരും കൂടി തീരുമാനിച്ചാൽ, ലം യളുറൂക, അവർക്ക്
നിന്നെ ബുദ്ധിമുട്ടാക്കാൻ സാധിക്കുകയില്ല. ഇല്ലാ ബിശൈഇൻ കത്തബഹുല്ലാഹു അലൈക, അള്ളാഹു നിനക്ക് ബുദ്ധിമുട്ടാക്കി സംഭവിക്കുമെന്ന് കണക്കാക്കിയ ഒരു കാര്യം കൊണ്ടല്ലാതെ. അപ്പൊ അള്ളാഹുവിൻ്റെ ഖദർ, ഖലാഇൽ തീർച്ച നമുക്കെല്ലാവർക്കും വേണം, വിശ്വാസം നമുക്ക് വേണം എന്ന് നമ്മുടെ ഈമാൻ ഉറപ്പിക്കുന്ന ഒരു പ്രസംഗമാണ്, ഒരു ഉപദേശമാണ് നിബിതങ്ങൾ നമുക്ക് കൂടി ഉപകരിക്കാൻ വേണ്ടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ തങ്ങൾക്ക് കൊടുത്തത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ പേടിക്കേ വേണ്ട. ലോകം മുഴുവൻ നമുക്കെതിരാണ്, നാട്ടുകാർ മുഴുവൻ നമുക്കെതിരാണ്, അല്ലെങ്കിൽ നാട്ടുകാരെല്ലാവരും എനിക്ക് സപ്പോർട്ടാണ്, അതുകൊണ്ട് നമ്മൾ അഹങ്കരിക്കും വേണ്ട. ആളുകളെല്ലാവരും ചിലപ്പോൾ നമ്മുടെ ഭാഗം നിന്നേക്കാം, പക്ഷേ എനിക്ക് ഉപകാരം കിട്ടണമെങ്കിൽ എൻ്റെ റബ്ബ് കണക്കാക്കിയ കാര്യമേ എനിക്ക് കിട്ടൂ. അത് എത്ര ആളുകൾ തടഞ്ഞാലും അത് അള്ളാഹു നടപ്പിലാക്കും. എത്ര ആളുകൾ ഇനി അതിനു വേണ്ടി ആവശ്യപ്പെട്ടാലും പടച്ചോന്റെ കിതാബിൽ അതില്ലേ, കിട്ടൂല. റുഫിഅത്തിൽ അഖ്ലാം, പേനകൾ ഉയർത്തപ്പെട്ടു. വജഫത്തി സുഹുഫു, പേജുകൾ ഉണങ്ങുകയും ചെയ്തു. അത് നേരത്തെ തീരുമാനിച്ചു എന്ന് പറയാം. പേനകൾ ഇനി എഴുതുന്നില്ല, പേജ് നനഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല. പേനകളൊക്കെ ഉയർത്തപ്പെട്ടു, പേജുകളൊക്കെ ഉണക്കപ്പെടുകയും ചെയ്തു, ഉണങ്ങപ്പെടുകയും ചെയ്തു. നേരത്തെ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഖദർ ഖലാഇൽ ഈമാൻ ഉൾക്കൊണ്ട് നമ്മളെല്ലാവരും ജീവിക്കുക എന്ന് പഠിപ്പിക്കുകയാണ്. ക്ലിയർ അല്ലേ? റവാഹു തിർമുദിയു വഖാല ഹദീസുൻ ഹസനുൻ സഹീഹുൻ. വഫീ റിവായത്തി ഗൈരി തിർമിദി, തിർമുദി ഇമാമിന്റെ റിവായത്ത് അല്ലാത്ത മറ്റ് റിപ്പോർട്ടിൽ, തിർമുദി ഇമാമിന്റെ റിപ്പോർട്ടാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചത് പറഞ്ഞത്. അല്ലാത്ത റിപ്പോർട്ടിലുണ്ട് യഹ്ഫദില്ലാഹ, ഇതേ ആശയം തന്നെയാണ്. യഹ്ഫദില്ലാഹ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എന്നാൽ തജിദുഹു അമാമക, നിനക്ക് മുമ്പിൽ അള്ളാഹുവിനെ നിനക്ക് കാണാം. ഏതൊരു വിഷയത്തിനും നമ്മൾ ഇറങ്ങുമ്പോഴും പടച്ച റബ്ബിൻ്റെ ഒരു കാവലും സംരക്ഷണവും നമുക്ക് കിട്ടുന്നത് നമുക്ക് ബോധ്യപ്പെടും. അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് നമ്മൾ ജീവിക്കുകയാണ്. തഅറഫ് ഇലല്ലാഹ്, അള്ളാഹുവിനെ നീ ഓർക്ക്. ഫിർറഖായി, നിനക്ക് സുഖമുണ്ടാകുന്ന സമയം, നിനക്ക് ഐശ്വര്യമുണ്ടാകുന്ന സമയത്ത് നീ അള്ളാഹുവിനെ ആലോചിക്ക്. എന്നാൽ യഅരിഫ്ക ഫി ശിദ്ദത്തി, നിനക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അള്ളാഹു നിന്നെ കണ്ടറിയും. നിനക്ക് അടിപൊളി സന്തോഷത്തോടുകൂടെ ഉള്ള ഒരവസരമാണ്, അപ്പോഴൊന്നും പടച്ചോനോ ആലോചിക്കുന്നില്ല. നമ്മളെപ്പോഴാണ് പടച്ചോനെ ആലോചിക്കുക? അള്ളാഹുവിനെ എന്തെങ്കിലും, അള്ളാഹു നമുക്ക് എന്തെങ്കിലും പ്രയാസം തരും, അങ്ങനെയല്ല വേണ്ട. അപ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുന്ന, നമുക്ക് ഐശ്വര്യമുണ്ടാകുന്ന, ക്ഷേമമുണ്ടാകുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിനെ അറിയേ, അള്ളാഹുവിനെ ഓർക്ക്. എന്നാൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അള്ളാഹു നമ്മെ തിരിച്ചോർക്കും. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് പ്രതിസന്ധി അള്ളാഹു പരിഹരിച്ചു തരും. വഅലം, നീ അറിയണം, അന്നമാ അഖ്തഅക, നിനക്ക് ലഭിക്കാത്തത്, ലം യകുൻ ലിയുസീബക, നിനക്ക് ഒരിക്കലും കിട്ടൂല. നിനക്ക് അള്ളാഹു കിട്ടൂല എന്ന് തീരുമാനിച്ച കാര്യം നിനക്ക് ഒരിക്കലും എത്തിക്കാൻ കഴിയില്ല. വമാ അസാബക, നിനക്ക് എത്തുന്നത്, ലം യകുൻ ലിയുഖ്തിഅക, നിനക്കത് മുടക്കാക്കാനും കഴിയില്ല. അള്ളാഹു ഒരു കാര്യം, ഒരു ഹൈറ് അല്ലെങ്കിൽ ഒരു ഷെറ് നിനക്ക് കണക്കാക്കിയിട്ടുണ്ട് എങ്കിൽ അത് എത്തുക തന്നെ ചെയ്യും. അത് തടഞ്ഞു നിൽക്കാനോ മാറ്റിവെക്കാനോ ഒരാൾക്കും സാധിക്കില്ല. അല്ലെങ്കിൽ ഒരു ഹൈറ് അല്ലെങ്കിൽ ഒരു ഷെറ് നമുക്ക് കിട്ടൂല, കിട്ടാതിരിക്കാൻ എത്തൂല എന്ന് കണക്കാക്കിയിട്ടുണ്ടോ, അതിന് ഒരാൾക്കും എത്തിക്കാനും സാധിക്കൂല. വഅലം, ഉറപ്പിക്കണം നിങ്ങൾ,
അന്നസ്ര, തീർച്ചയായും സഹായം, മഅസ്വബ്രി, ക്ഷമയുടെ കൂടെയാണ്. ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് സഹായം കിട്ടും. അന്നൽ ഫറജ, പരിഹാരം, മഅൽ കർബി, പ്രശ്നത്തോടൊപ്പമാണ്. പ്രശ്നമുണ്ടാകുമ്പോൾ അതിന് പരിഹാരം കിട്ടും. അന്ന മഅൽ ഉസ്രി യുസ്റൻ, പ്രയാസത്തോടുകൂടെ എളുപ്പവും ഉണ്ട്. പ്രയാസത്തോടുകൂടെ എളുപ്പവും ഉണ്ട്. അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ, ഒരു വിഷമമില്ലാതെ നമുക്കൊരു ഒരു സഹായം നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് പ്രയാസം വരില്ല, ബുദ്ധിമുട്ട് വരില്ല എന്നല്ല, വരും. ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള എളുപ്പമാക്കലും സഹായിക്കലും ഒക്കെ നമുക്ക് ലഭിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എവിടെ ഹഫീസ് എന്തോന്നും ഉണ്ടാക്കി? അർജന്റീന തോറ്റിട്ട? ഹഫീസിന്റെ ടീമായിരുന്നു അർജന്റീന അല്ലേ? ഇപ്പൊ അങ്ങനെയൊക്കെ പറയും. ഇപ്പൊ തോറ്റ പിന്നെ അങ്ങനെയൊക്കെ പറയും. തോക്കുന്നതിന് മുമ്പൊന്നും പറയും. സംഗതി അതന്നെയാണ്, അതാ ഉണ്ടായിരിക്കണം. ഫൈനൽ വരെയൊക്കെ എത്തിയതൊക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ റാഷിദേ? നമുക്കങ്ങനെ ഈ കളിയുമായി ബന്ധപ്പെട്ട ടീം, അങ്ങനെ ഒരു പ്രത്യേക ടീം ഇല്ല. പിന്നെ ഈ പുറമെ നമുക്കൊരു താല്പര്യം ഉണ്ടാവുമല്ലോ, ചില ആളുകളുടെ നിലപാടനുസരിച്ചിട്ട് നമുക്ക് ഈ ഫ്രാൻസുമായി ബന്ധപ്പെട്ടൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ എംബാപ്പയൊക്കെ ഇപ്പോൾ വന്നാൽ ഇതിക്ക് മുമ്പേ. പിന്നെ നമ്മുടെ ഈ ഓരോരുത്തരത് കേൾക്കുമ്പോൾ അവരുടെ സാഹചര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ടീം എന്നല്ല, ഓരോ ആളുകളെ ബേസ് ചെയ്തിട്ടുണ്ടായി. ഇപ്പോൾ നമ്മളെ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇവര് മറ്റേ ഈ ലാമിൻ യമാൻ, അങ്ങനെ ഒരു ഓരോ വ്യക്തികളെ ബേസ് ചെയ്തിട്ടുണ്ടോ. കളി കാണലൊന്നുമില്ല. കളി നമുക്ക് അതിൻ്റെ ഈ സ്കോറ് നോക്കും, എങ്ങനെ ആരാണ് ഗോളടിച്ച് അല്ല, കണ്ടിരിക്കാനൊരു ഒന്നാമത് സമയം ബുദ്ധിമുട്ടാണ്, മറ്റൊന്ന് അതിന് ഒരു ബുദ്ധിമുട്ടാണ്. അതായത് നല്ലതാ കളിക്കലൊക്കെ, നമ്മൾ നല്ലതാണ്. അതിൻ്റെ മട്ടത്തിലും രൂപത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വ്യായാമങ്ങളും കളിക്കലൊക്കെ നടത്തണം. ഓട്ട മത്സരം, ഇങ്ങനെയുള്ള ആരോഗ്യപരമായ രൂപത്തിൽ ഒക്കെ പണ്ട് മുതലുണ്ടായിരുന്നു. വിധങ്ങളുടെ കാലത്തും ഈ അന്ന് പിന്നെ ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കാൻ, അതിന് ബലപ്പെടുത്താൻ വേണ്ടി പല പല മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. ഓട്ട മത്സരം, അമ്പെയ്ത്ത് മത്സരം, കുതിരപ്പന്തയ മത്സരം, അങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നബിതങ്ങളും ആയിഷ ബീവിയൊക്കെ ഓട്ട മത്സരം നടത്തിയിരുന്നു. ഒരിക്കൽ നബിതങ്ങൾ ആദ്യം ജയിച്ചു, പിന്നെ രണ്ടാമത്തെ ഓടിയപ്പോൾ നബിതങ്ങൾ ആയിഷ ബീവി ജയിച്ചു. എന്നിട്ട് പറഞ്ഞു ഇത് അന്നത്തേന് പകരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹദീസുകളിലൊക്കെ കാണാം. നമ്മൾ ആരോഗ്യത്തിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ചില വ്യായാമങ്ങളും ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ചില അമിതമായ രൂപത്തിലുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മളതിൽ
സംസാരിക്കുന്നത്. അത് ദുരുപയോഗം ചെയ്യുമ്പോഴാണ് ചെയ്യാൻ പറയുന്നത്. ഏതായാലും നല്ല കളിച്ച ആളുകൾക്ക് നല്ല കപ്പൊക്കെ കിട്ടി, സമ്മാനമൊക്കെ കിട്ടി. അവരവരുടെ നാടുകളിലേക്കും വീടുകളിലേക്കും പോയി. നമ്മളതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും കളിയാക്കിയിട്ടും ഒക്കെ ചെയ്ത് പറഞ്ഞ് നിന്നുകൊണ്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ, പ്രശ്നങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. അത് തരണം ചെയ്യാനുള്ള ഒരു കഴിവ്, ഒരു ശേഷി അത് അള്ളാഹു തരണം. അല്ലാതെ കഴിയില്ല. ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സഹിക്കാനും ക്ഷമിക്കാനും ഒപ്പം നിൽക്കാനും ഒക്കെയുള്ള ഒരു 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 അല്ലേ, അത് നമുക്ക് കിട്ടും എന്നാണ് ഈ ഹദീസിൻ്റെ താല്പര്യം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വലിയ ചർച്ച നടക്കുന്നുണ്ട്. ഹിജ്റയുടെ 3 വർഷം മുമ്പാണ് ജനിക്കുന്നത്. ഹിജ്റയുടെ 3 വർഷം. അപ്പോൾ നബി തങ്ങൾക്ക് 50 വയസ്സ് പ്രായം ജനിക്കുന്നു. ഷിർക്കുമായി ബന്ധപ്പെട്ടുള്ള ഒന്നും ഒരഴുക്കും അദ്ദേഹത്തിന് കലർന്നിട്ടില്ല. നബി തങ്ങൾ അവരെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ദുആ ചെയ്തു കൊടുത്തു, പടച്ചോനെ ഇദ്ദേഹത്തിന് നീ അറിവ് നൽകി, ഖുർആനികമായ അറിവുകളും നോളജുകളൊക്കെ നൽകി. നബിതങ്ങൾ അദ്ദേഹത്തിന് തർജുമാനൽ ഖുർആൻ എന്ന് പേര് വെച്ചു. തർജുമാനൽ ഖുർആൻ, ഖുർആൻ കൂടുതൽ തിരിയുന്ന ആള് എന്ന് പേര് വെച്ചു. നബിതങ്ങളുടെ വഫാത്തിന് ശേഷം ഖലീഫമാര് ഇദ്ദേഹത്തെ എന്താ പറയുക, വലിയ സ്ഥാനത്ത് വെച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ചില സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെയാണ് സമീപിക്കാറുള്ളത്. എന്നിട്ട് പറയും, നിങ്ങൾ പറയുന്നതിന് മറുപടി നിങ്ങൾ പറഞ്ഞാൽ ഓക്കെയാണ്, നിങ്ങൾ അതിന് പറ്റിയ ആളാണ് എന്ന് റളിയല്ലാഹു പറയും. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി അറിവ് പഠിക്കാൻ വരും. അദ്ദേഹവും ഇങ്ങനെ അറിവ് തേടി വരുന്ന ആളെ സ്വീകരിക്കാൻ വേണ്ടി പ്രത്യേകം സമയം തിരഞ്ഞെടുക്കും. ഒരു ദിവസം ഫിഖ് ആണെങ്കിൽ മറ്റൊരു ദിവസം ഖുർആനായിരിക്കും പഠിപ്പിക്കുക, മറ്റൊരു ദിവസം യുദ്ധപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും, ചിലപ്പോൾ കവിത പഠിപ്പിച്ചു കൊടുക്കും, അങ്ങനെ ചരിത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെ വ്യത്യസ്തങ്ങളാകുന്ന വ്യത്യസ്ത ടൈം ടേബിൾ പ്രകാരം അദ്ദേഹം ക്ലാസ് എടുത്തു കൊടുത്തിരുന്നു. ഒരു ദിവസം 4 എണ്ണം അല്ല കേട്ടോ, ഓരോ ദിവസം ഓരോ ടോപ്പിക്ക് കൈകാര്യം ചെയ്തിരുന്നു. അപ്പം അന്ന് അതിനെക്കുറിച്ചൊരു നോളജ് ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ധർമ്മിഷ്ഠനായിരുന്നു, ജനങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി കൊടുത്തിരുന്നു, സഹായിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ട സമയങ്ങളിൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു, പള്ളിയിലേക്ക് മാത്രമേ വരുള്ളൂ. ആ സമയത്തൊക്കെ 68ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. 70 വയസ്സായി, അല്ല 68ാമത്തെ കൊല്ലം, 68ാം കൊല്ലം മരണപ്പെട്ടു. അദ്ദേഹത്തിന് 70 വയസ്സ് കഴിഞ്ഞ് പറഞ്ഞിരുന്നു. 1660 ഹദീസ് അദ്ദേഹം നബിതങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വലിയ പണ്ഡിതനാണ്, വലിയ സ്വഹാബിയാണ്. ക്ലിയർ അല്ലേ?
അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൽപ്പെട്ടതാണ്. അൻ അബി മസ്ഊദിൻ ഉഖബത ബിൻ അംറിൻ അൽ അൻസാരിയിൽ ബദ്രിയി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിമ്മ അദ്റകൻ നാസു മിൻ കലാമിൻ നുബുവത്തിൽ ഊല ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത. ഇന്ന മിമ്മ, തീർച്ചയായും ഒരു കാര്യത്തിൽപ്പെട്ടതാണ്, അദ്റക്കന്നാസു, ജനങ്ങൾ മനസ്സിലാക്കിയെടുത്തിരിക്കുന്നു, മിൻ കലാമിൻ നുബുവത്തിൽ ഊല, മുൻകാല പ്രവാചകന്മാരുടെ സംസാരങ്ങളിൽ നിന്ന്. മുൻ നബിയുടെ മുമ്പുള്ള ഒരുപാട് നബിമാർ വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ സംസാരവും അവരുടെയൊക്കെ പ്രബോധനത്തിൽ നിന്നും നേടിയെടുത്ത ഒരു കാര്യമാണ് എന്ത്? ഇദാലം തസ്തഹി, നിനക്ക് ലജ്ജയില്ലെങ്കിൽ ഫസ്ന മാ ശിഅത, നീ നിനക്ക് ഇഷ്ടമുള്ളത്, നിനക്ക് ആഗ്രഹമുള്ളത് നീ പ്രവർത്തിച്ചോ. അപ്പം ഇത് ഒരു മതപരമായ നബിതങ്ങളുടെ കാലത്ത് മാത്രം ഉള്ള ഒരു വിഷയമല്ല. മുൻകാല നബിമാരുടെ പ്രബോധന വിഷയങ്ങളിൽ നിന്നും ജനങ്ങൾ മനസ്സിലാക്കിയെടുത്ത ഒരു യാഥാർത്ഥ്യമാണ് ലജ്ജ. നാണമുണ്ടാവും. നാണമില്ലെങ്കിൽ തോന്നിയത് ചെയ്യാം. അതൊരു പേടിപ്പിക്കലാണ്. കണ്ട പോലെ കൂട്ടിക്കോ, തോന്നിയത് ചെയ്തോ എന്നൊക്കെ പറയാമല്ലോ. എൻ്റെ അർത്ഥം അത് ചെയ്യാനല്ലല്ലോ, ചെയ്യാൻ പാടില്ലാണല്ലോ. അപ്പം ലജ്ജ എന്ന് പറഞ്ഞാൽ നാണം, അത് വളരെ അത്യാവശ്യമാണ്. നബിതങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ വളരെയധികം നാണം കാണിച്ചിരുന്നു. അതിൻ്റെ അർത്ഥം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളിൽ നാണം കാണിച്ചു എന്നല്ല. ചില വിഷയങ്ങൾ ചോദിച്ച് പഠിക്കേണ്ടി വരും, അതിൽ നാണിച്ചുകൊണ്ട് ഇങ്ങനെ ഉണ്ടാതിരിക്കുക എന്നുള്ളതല്ല. ഇസ്ലാം അനുവദിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിലും അതിലേക്ക് ഇടപെടുന്നതിലും മടി കാണിച്ചിരുന്നു. ഇന്നത്തെ അവസ്ഥ നമുക്കറിയാമല്ലോ. പല പല പുതിയ പുതിയ സംഗതികളും വിഷയങ്ങളും ഒക്കെ ഉണ്ടായി വരുന്നത് നാണമില്ലാത്തതിൻ്റെ പേരിലാണ്. നാണം എന്ന് പറയുന്ന ഒരു അലങ്കാരമാണ്. അതൊരു വലിയൊരു ആഭരണമാണ്. ആ ആഭരണം ഇന്ന് പലരിൽ നിന്നും എന്തായി എടുത്തുപോയി. അതുകൊണ്ട് പല പല തോന്നിവാസങ്ങൾ, അതിൻ്റെ അർത്ഥം ലജ്ജയില്ലെങ്കിൽ തോന്നിവാസം ചെയ്തോളി. തോന്നിയത് ചെയ്ത തോന്നിയ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് തോന്നിവാസി. അദ്ദേഹത്തിനാണ് തോന്നിവാസി എന്ന് പറയാം. അദ്ദേഹം ചെയ്യുന്ന പണിക്കാണ് തോന്നിവാസം എന്നും പറയാം. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇന്ന മിമ്മ അദ്റക്കന്നാസു മിൻ കലാമിൻ നുബുവത്തിൽ ഊല ഇദാലം തസ്തഹി ഫസ്ന മാ ശിഅത. കുറച്ച് വിശദീകരണം നമുക്ക് പറയാം കേട്ടോ. അടുത്ത ഹദീസ് കൂടി പറയാം. അൽ ഹദീസുൽ ഹാദി വൽ ഇശ്റൂൻ, 21ാമത്തെ ഹദീസ്. അൽ ഇസ്തിഖാമത്തു വൽ ഈമാൻ, ഇസ്തിഖാമത്തും ഈമാനും. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ചൊവ്വാവുക, നേരാവുക. അൻ അബി അംറിൻ ഖീല അബി അംറത, അബി അംർ എന്നും ഉണ്ട് ഒരഭിപ്രായം, അബി അംറത്ത് എന്നാണ്. എന്തായാലും സുഫിയാൻ ബിൻ അബ്ദില്ലാഹി അസ്സഖഫി റളിയല്ലാഹു അൻഹു ഖാല, അദ്ദേഹം പറഞ്ഞു, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഖുൽ ലി, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. എല്ലാവരും ഇല്ലേ? ഇവിടെ പോയി ബഷീർക്ക് അവിടെ പോയി. ഖുൽ ലി, എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം, ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ, ഖൗലൻ, ഒരു കാര്യം പറഞ്ഞു തരണം.
ഇസ്ലാമിൻ്റെ മതനിയമത്തിൽ ഇസ്ലാമിക വിശ്വാസപരമായ കാര്യങ്ങളിൽ എനിക്കൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു തരണം. ലാ അസ്അലു അൻഹു അഹദൻ വൈറക്ക, അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരാളോടും, നിങ്ങളല്ലാത്ത മറ്റൊരാളോടും ചോദിക്കൂല. അപ്പം എനിക്കിനി വേറൊരാളോട് പോയി ചോദിച്ച് പഠിക്കേണ്ട ആവശ്യമില്ലാത്ത, എനിക്ക് മതിയാകുന്ന, എനിക്ക് എൻ്റെ കാര്യം എനിക്ക് എന്താ പറയുക പൂർണ്ണമായി പാലിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വാക്ക്, നല്ലൊരു ഉപദേശം നബിയെ നിങ്ങൾ തരണം എന്ന് പറഞ്ഞു. ഞാൻ വേറെ ആൾക്ക് പോകണമെന്നില്ല ഈ വിഷയത്തിൽ, വേറെ ഞാൻ എനിക്ക് ആരോടും ചോദിക്കാനില്ല. നിങ്ങൾ നല്ലൊരു ഉപദേശം എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. കാല, അപ്പം നബി തങ്ങൾ പറഞ്ഞു, കുൽ, നീ പറഞ്ഞോ, ആമൻതു ബില്ലാഹ്, എന്ന് നീ ഇടക്കിടക്ക് പറഞ്ഞോ, അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു, അതായത് ഈമാൻ ഉൾക്കൊള്ളുന്നു എന്നിങ്ങനെ ഇടക്കിടക്ക് നീ പറഞ്ഞോ. സുമ്മസ്തഖിം, പിന്നെ നീ നന്നായിക്കോ, പിന്നെ നീ നന്നായിക്കോ. എപ്പോഴും നിന്റെ മനസ്സിൽ ഈമാനിൻ്റെ ദിക്റുകൾ ഉണ്ടായിക്കൊള്ളട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, യാ ഹയ്യു യാ ഖയ്യൂം തുടങ്ങിയിട്ടുള്ള ദിക്റുകൾ നിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവട്ടെ. അതുപോലെ സുമ്മസ്തഖിം, പിന്നെ നീ നന്നാവ്, നീ ചൊവ്വാവ്. ക്ലിയർ അല്ലേ? അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അനുസരിച്ച് ജീവിക്ക്, വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കി ജീവിക്ക്. ഓക്കെ ആണല്ലോ അല്ലേ? ചെറിയൊരു വിശദീകരണം പറയാം, അതിൻ്റെ ഷർഹാണ്. ആ 19-ാമത്തെ ഹദീസ് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ കുറിച്ച് നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു. അള്ളാഹുവിനെ നീ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞ ഫറലായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, തഖ്വയോടുകൂടെ നമ്മൾ ജീവിക്കുക, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുക. ഇതാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ. ഒന്ന്, അള്ളാഹു നിശ്ചയിച്ച ഫറലായ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക, വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക, തഖ്വ ചെയ്ത് ജീവിക്കുക. നമ്മൾ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ചാൽ അള്ളാഹു നിന്നെയും നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ദുനിയാവിനെയും നിന്റെ ദീനിനെയും അള്ളാഹു സംരക്ഷിക്കും. പ്രത്യേകിച്ച് മരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് മരണസമയത്ത് അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാവും. നമ്മുടെ ഈമാൻ പിഴപ്പിക്കാൻ പലരും പരിശ്രമിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ മരണസമയം. ആ സമയത്ത് സംരക്ഷണം ഉണ്ടാവും. മുൻപിൽ എന്ന് പറഞ്ഞാൽ തുജാഹ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അമാമക്ക, നിന്റെ മുമ്പിൽ നിന്നാണ്. അതെന്തിനാന്ന് അങ്ങനെ പ്രത്യേകമാക്കിയത്? നമ്മൾ ഏതൊരു വിഷയം നേരത്തെ പറഞ്ഞ പോലെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പുറപ്പെടുമ്പോൾ നമ്മുടെ മുമ്പിലായിരിക്കും ലക്ഷ്യം ഉണ്ടാവുക. ആഖിറത്തിലേക്ക് പോവുകയാണ്, ആഖിറം വിജയിക്കണം എന്നാണ് ഒരു മനുഷ്യൻ്റെ ലക്ഷ്യം. അപ്പോൾ അവൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഉള്ള എല്ലാ സഹായ സഹകരണ സൗകര്യങ്ങളും അള്ളാഹു ചെയ്തു. എന്താ പറഞ്ഞ ബഷീർക്ക? അള്ളാഹുവിനോട് ചോദിക്കുക, എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് തരും.
ഹദീസിൽ കാണാം, മല്ലാ യസ്അലുല്ലാഹ യഗ്ളിബു അലൈഹി, അള്ളാഹുവിനോട് ചോദിക്കാത്ത ആളെ അള്ളാഹു അവനോട് ദേഷ്യപ്പെടും. അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കാം. നിസ്കാരശേഷവും ഒറ്റക്കുള്ള സമയങ്ങളിലും ഒക്കെ നമ്മുടെ അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ തുറന്നു വെക്കുക. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, അള്ളാഹ് പറയാണ്, എന്നോട് ദുആ ചെയ്തിട്ട് ഞാൻ ഉത്തരം കൊടുക്കാതിരുന്ന ആൾ ആരാ? എന്നോട് ചോദിച്ചിട്ട് ഞാൻ നൽകാതിരുന്ന ആൾ ആരാ? എന്നോട് പൊറുക്കലിനെ തേടിയിട്ട് ഞാൻ പുറത്തു കൊടുക്കാത്ത ആൾ ആരാണ്? ഞാൻ ഏറ്റവും കൂടുതൽ കാരുണ്യം ചെയ്യുന്നവനാണ്. അപ്പൊ എന്നോട് ദുആ ചെയ്താൽ ഞാൻ ഉത്തരം കൊടുക്കും, കൊടുക്കാതിരിക്കൂല. എന്നോട് ചോദിച്ചാൽ ഞാൻ നൽകും, എന്നോട് പൊറുക്കലിനെ ചോദിച്ചാൽ ഞാൻ അവന് പുറത്തു കൊടുക്കും എന്നർത്ഥം. ചോദിക്കാം. ഒരു പദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലാഹു യഗ്ളിബു ഇൻ തറക്ത സുആലഹു, നീ ചോദിക്കാതിരുന്നാൽ അല്ലാഹു ദേഷ്യപ്പെടും. വബനിയു ആദം ഹീന യസ്അലു യഗ്ളിബു, മനുഷ്യന്മാരെന്താ ചെയ്യാ? ആരോ മനുഷ്യന്മാര് മനുഷ്യന്മാരോട് ചോദിക്കുമ്പോ മനുഷ്യന്മാര് ദേഷ്യപ്പെടും, അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കുമ്പോ അള്ളാഹു ദേഷ്യപ്പെടും. ബഷീർ ഖാന്റെ മൈക്ക് ഒന്ന് ഓഫ് ചെയ്തു. ബഷീർ ഖാൻ, ബഷീർ ഖാന്റെ മൈക്ക് ഒന്ന്, ബഷീർ ഖാൻ. അപ്പോ അപ്പോ അള്ളാഹുവിനെ നമ്മൾ ഏകനാക്കണം. അള്ളാഹു ഒരുവനാണ്. അള്ളാഹു നമുക്ക് ബുദ്ധിമുട്ട് തരുന്നതും അള്ളാഹുവാണ്, ഉപകാരം ചെയ്യുന്നവനും അള്ളാഹുവാണ്. എല്ലാം നൽകുന്നത് അള്ളാഹുവിൽ നിന്നാണ്. അപ്പൊ നമ്മൾ അള്ളാഹുവിനെ പ്രത്യേകം എന്ത് ചെയ്യുക? വിഷയങ്ങളിൽ ചോദിക്കുക. ചോദിച്ചാൽ കിട്ടും, തീർച്ചയാണ്. ആ ഒരു ഉറപ്പോടുകൂടെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക. മൂന്നാളുകൾ ഗുഹയിൽ കൂടിയ സംഭവത്തിൽ പറയുന്നുണ്ട്. കുടുങ്ങിയ 3 പേര് ഗുഹയിൽ കുടുങ്ങി. മഴ പെയ്തു. മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരൊരു ഗുഹയിൽ കയറി. അപ്പോൾ വലിയൊരു പാറ ഉരുണ്ട് വന്നിട്ട് അവരുടെ ഗുഹയുടെ മുഖത്ത് വന്ന് അടഞ്ഞു. അപ്പം അവർ പറഞ്ഞത് എന്താ? അവർ തീരുമാനിച്ചു, നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്, അത് മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിക്കുക. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ ചെയ്ത വളരെ പ്രധാനപ്പെട്ട, അത്രയും ആത്മാർത്ഥമായി ചെയ്ത കാര്യങ്ങൾ അള്ളാഹുവിനോട് മുൻനിർത്തി ചോദിക്കുകയും അവരതിൽ നിന്നും, ആ ഗുഹയിൽ നിന്നും രക്ഷപ്പെട്ടു എന്നാ ചരിത്രം കേട്ടിട്ടില്ലേ? ചരിത്രം കേട്ടിട്ടില്ല? അത് ആരും കേട്ടില്ല? ഒരാള് മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുത്തു, മക്കൾക്ക് കരഞ്ഞിട്ടും അവർക്ക് കൊടുക്കാതെ, മാതാപിതാക്കൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വരെ കാത്തു നിന്ന് അവർക്ക് കൊടുത്തിട്ടാണ് മക്കൾക്ക് കൊടുത്തത്. അപ്പം അത്രയും മാതാപിതാക്കളെ പരിഗണിക്കുന്നത് പടച്ചോനെ നിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ ഗുഹയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കല്ല് നീങ്ങി. മറ്റൊരാള് ഒരു പെണ്ണുമായി ഹറാമായ ബന്ധം, എല്ലാ സൗകര്യങ്ങളും ഒത്തുവന്നു.
ആ പെണ്ണ് അദ്ദേഹത്തോട് പറഞ്ഞു അള്ളാഹുവിനെ പേടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരൊറ്റ വാക്ക് കൊണ്ട് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അദ്ദേഹം മാറി നിന്നു, പടച്ചോനെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം. അത് സ്വീകരിച്ചിക്കണമെങ്കിൽ ഇതിന് രക്ഷപ്പെടുത്തണം, അവിടുന്ന് മാറ്റി. മറ്റൊരാള് വന്നിട്ട് ഒരു കൂലിക്ക് ഒരാൾ വന്നു. അദ്ദേഹത്തിൻ്റെ ജോലി കഴിഞ്ഞ് കൂലി വാങ്ങാതെ പോയി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂലി ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത് വലിയ ബിസിനസ്സായി, ഒരുപാട് സമ്പത്തുണ്ടായി. അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്ന് ചോദിച്ചു, എനിക്കെൻ്റെ കൂലി വേണം. ആ കാണുന്നതൊക്കെ നിൻ്റെ മുതലാണ്, കൊണ്ടുപോയിക്കോന്നു. കളിയാക്കുകയാണോ? അല്ല, സത്യമാണ്, നിങ്ങളുടേതാണ്, കൊണ്ടുപോകാം. അപ്പം എന്ത് ചെയ്തു? അത് പടച്ചോനെ നിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തത്. എനിക്ക് അദ്ദേഹത്തെ പറഞ്ഞു അല്ലേ, ഒഴിവാക്കാമായിരുന്നു, കൂലി ഇത്രയല്ലേ എന്നുകൊണ്ട് കൊടുക്കായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഞാനത് ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഞങ്ങളവിടുന്ന് രക്ഷപ്പെടുത്തണം. കല്ല് നീങ്ങി, അങ്ങനെ വലിയൊരു സംഭവം ഹദീസിൽ കാണാം. ആ സംഭവമാണ് ഇവിടെ പറഞ്ഞത്. അള്ളാഹുവിനോട് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നേരിട്ട് ചോദിച്ചപ്പോൾ നമ്മളും അങ്ങനെ ചോദിക്കണം. നമ്മൾ പലതും ഇങ്ങനെ പറയും, കിട്ടുന്നില്ല, അത് കിട്ടുന്നില്ല, ഇത് കിട്ടുന്നില്ല, ഒരുപാട് പരാതികളുടെ കൂമ്പാരായിരിക്കും. നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട കേസാണ്, ആലോചിക്കേണ്ട കേസാണ്. സുന്നത്ത് നമ്മൾ നിസ്കരിക്കും, ഫർദ് നിസ്കരിക്കും, ഇമാമ് ആമീൻ ദുആ ചെയ്യുന്ന സമയത്ത് ആമീൻ പറയൊക്കെ ചെയ്യും. ഒക്കെ ഒരു ആത്മാർത്ഥമായി ഞാൻ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ഒരു ഇത് കിട്ടണം എന്ന നിലക്ക് നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ, നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ചോദിക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞിട്ടോ, നമ്മൾ ഓരോരുത്തരും മനസ്സിൽ ആലോചിക്കണം, ഞാൻ എൻ്റെ റബ്ബിനോട് സംസാരിക്കുന്നുണ്ടോ, എൻ്റെ റബ്ബിന് ഇഷ്ടപ്പെടുന്ന കാര്യം ഞാൻ ചെയ്യുന്നുണ്ടോ? അള്ളാഹു ചോദിക്കാനാണ് പറയുന്നത്, ചോദിച്ചാൽ കിട്ടും. പിന്നെ പറഞ്ഞ ലജ്ജന്റെ വിഷയമാണ്. ലജ്ജ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഒരാൾക്ക് അള്ളാഹു നാശം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ലജ്ജ അവനിൽ നിന്ന് എടുത്തു കളയും. ഒരാൾക്കൊരു നാശം കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ലജ്ജ അവനിൽ നിന്നെയും എടുത്തു കളയും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലജ്ജ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലജ്ജ, നാണത്തോടുകൂടെ നമ്മൾ ചെയ്ത എന്തൊരു കാര്യവും ഹൈറാണ്. നാണം നമുക്കുണ്ടെങ്കിൽ അത് നന്മയെ കൊണ്ടുവരും. ഒരു കന്യകയായ പെണ്ണ് അവളുടെ സ്വകാര്യ മുറിയിൽ എത്ര ലജ്ജിച്ചിരിക്കുമോ ആ സ്ത്രീയെക്കാളും ലജ്ജ നബിതങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഈമാനിൻ്റെ ഒരു ഭാഗമാണ് ലജ്ജ ഉണ്ടാവുക. അപ്പോൾ അള്ളാഹുവിനോട് നിങ്ങൾ ലജ്ജ കാണിക്കണം എന്ന് നബിതങ്ങൾ പറഞ്ഞു. അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങൾ ലജ്ജ കാണിക്കുന്നുണ്ട്, ഞങ്ങൾ ഹംദ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, അങ്ങനെയല്ല, അതല്ല ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ തലയെയും തലയിലുള്ള അവയവങ്ങളെയും സൂക്ഷിക്കണം. കണ്ണുകൊണ്ട് കാണേണ്ടതേ കാണാവൂ, കാതുകൊണ്ട് കേൾക്കേണ്ടതേ കേൾക്കാവൂ, നാവ് കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നതേ സംസാരിക്കാവൂ. അതുപോലെ വയറിനെ സൂക്ഷിക്കണം, വയറ്റിൽ അനുവദനീയമായതേ എത്തിക്കാവൂ. അതുപോലെ മരണത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കണം. മരിക്കും എന്നുള്ള ആലോചന നമുക്ക് എപ്പോഴും വേണം. ഇത് ചെയ്താൽ, അതായത് നമ്മുടെ അവയവങ്ങളെ നമ്മൾ ഹറാമിൽ നിന്ന് സൂക്ഷിച്ചാൽ, വയറിലേക്ക് ഹലാലായ ഭക്ഷണം മാത്രം എത്തിച്ചാൽ, മരണത്തെക്കുറിച്ചും നശിച്ചു പോകുമെന്നതിനെക്കുറിച്ചും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായാൽ നമ്മൾ യഥാർത്ഥത്തിൽ ലജ്ജ കാണിക്കുന്നവനായി.
അതാ ലജ്ജ. മനസ്സിലായോ? ക്ലിയർ അല്ലേ? മൂന്നാമത്തെ പറഞ്ഞ ഹദീസിൽ ആമൻതു ബില്ലാന്ന് നീ പറ, എന്നിട്ട് നീ നന്നാവുന്നവൻ. അതായത് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ദിക്റുണ്ടായിരിക്കണം. ഈമാൻ ഏത് സമയത്താണ് നമ്മിൽ നിന്നും എടുത്തു പോവുക? ഹദീസിൽ കാണാലോ, വൈകുന്നേര സമയം മുഅ്മിനായ മനുഷ്യൻ പ്രഭാതമാവുമ്പോഴേക്കും അവൻ കാഫിറായി പോകുന്നു. പ്രഭാതത്തിൽ മുഅ്മിനായ മനുഷ്യൻ വൈകുന്നേരമായപ്പോൾ കാഫിറായി പോകുന്നു. വാക്കുകളെ കൊണ്ടോ പ്രവർത്തനങ്ങളെ കൊണ്ടോ ചെറിയ ചെറിയ കുഫ്രിയത്തിലേക്ക് നയിക്കുന്ന പല വിഷയങ്ങളും നമ്മുടെ വാക്കുകളിലോ പ്രവർത്തനങ്ങളിലോ സംഭവിക്കാം. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് എപ്പോഴും നമുക്ക് ഈമാൻ നമ്മുടെ മനസ്സിലുണ്ടാവണം. അതിന് ദിക്ർ നമ്മുടെ മനസ്സിന്ന് ഒഴിവാകാൻ പാടില്ല. ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കണം. ഈ ഹദീസിൽ പറഞ്ഞത് ഒന്ന് ആമൻതു ബില്ലാ, അതായത് ഒന്ന് ഈമാൻ, പിന്നെ വസ്തഖിം, നീ നന്നാവും എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ ചെയ്യുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് തൗഹീദാണ്, ഏകദൈവ വിശ്വാസം. അത് നമുക്ക് വേണം. അതോടൊപ്പം സൽക്കർമ്മങ്ങളും വേണം. സൂറത്ത് ഹൂദിലൊരായത്തുണ്ട്, ഫസ്തഖിം കമാ ഉമിർത്ത. ശ്രദ്ധിക്കണേ, ഫസ്തഖിം കമാ ഉമിർത്ത നബിയോട് പറഞ്ഞതാ, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് പ്രകാരം നിങ്ങൾ നന്നാവണം എന്ന് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ ഈ ആയത്തിനെ കുറിച്ച് ഇത്രയേറെ നബി തങ്ങളെ ചിന്തിപ്പിച്ച ഒരായത്തില്ല എന്നാണ്. നിങ്ങൾ പറഞ്ഞു, സൂറത്ത് ഹൂദ് എന്നെ നരപ്പിച്ച് കളഞ്ഞു, എനിക്ക് ടെൻഷൻ ഉണ്ടാക്കി കളഞ്ഞു. ടെൻഷൻ ഉണ്ടാകുമ്പോഴാണല്ലോ നരയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. നബി തങ്ങൾ ഈ ആയത്തിറങ്ങിയതിന് ശേഷം വെറുതെ ചിരിക്കുന്നത് കണ്ടിട്ടില്ല എന്നാണ്. ആരോടാ പറയുന്നത്? ഏറ്റവും വലിയ ആബിദാകുന്ന നബിതങ്ങളോടാണ് പറഞ്ഞത്. അപ്പൊ നമ്മളോടൊക്കെ എങ്ങനെ പറയണം? ആ ആയത്ത് കണ്ട നബിതങ്ങൾ പിന്നെ ചിരിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യന്റെ ഈമാൻ ശരിയാവണമെങ്കിൽ അവന്റെ ഖൽബ് ശരിയാവണം. ഈമാൻ ക്ലിയർ ആവണമെങ്കിൽ ഹൃദയം നന്നാവണം. ഹൃദയം നന്നാവണമെങ്കിൽ നാവ് നന്നാവണം. അപ്പോൾ നാവിൽ അനാവശ്യമായ കാര്യങ്ങളോ സംസാരങ്ങളോ വരരുത്. എന്താണ്ടാവേണ്ടത്? നാവിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ആലോചനകളും സന്തോഷങ്ങളും അതിൻ്റെ വിഷയങ്ങളുമാണ് ഉണ്ടാവേണ്ടത്. ക്ലിയർ അല്ലേ? ഈ 3 ഹദീസാണ് നമ്മൾ പഠിച്ചത്. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ വിഷയങ്ങളൊക്കെ തുറന്ന് ദുആ ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാകാം. നമുക്ക് പല പല ആവശ്യങ്ങളുണ്ട്, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇറക്കി വെക്കും. വെള്ളിയാഴ്ച രാവാണ്, സുബഹിയുടെ മുമ്പ് ഒന്ന് എഴുന്നേൽക്കാം. ഒരു 4:50 ബാങ്ക്, ഏകദേശം ഒരു 4:30 മണിക്ക് എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് വൃത്തിയായി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ പടച്ചോനോട് മുമ്പിൽ പറയല്ലേ, തുറന്നു പറ. ആ ഒരു ടാസ്ക് നിങ്ങൾക്ക് തരിക. ഒന്ന്. മറ്റൊന്ന്, നമ്മുടെ അവയവങ്ങളെ കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യൂല എന്ന് തീരുമാനിക്കുക. അപ്പോൾ നമ്മൾ ലജ്ജയുള്ള ആളായി. ഹറാമായ ഭക്ഷണം ഞാൻ കഴിക്കൂല. ഹറാമായ ഭക്ഷണം കഴിച്ചാൽ പിന്നെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ പ്രയാസമാണ്. ഹറാമായതെൻ്റെ വയറ്റിലെത്തൂല. എനിക്ക് മരണം സംഭവിക്കും, എപ്പോഴും മരിക്കാം എന്ന ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുക.
ഈ കാര്യം കൂടി നമ്മൾ ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ ദിക്റുകൾ പതിവാക്കുക. എപ്പോഴും ദിക്റുകൾ നാവിലുണ്ടായിക്കൊള്ളട്ടെ. പല ഫ്രീ സമയങ്ങളും നമുക്ക് കിട്ടും. ആ സമയങ്ങളിലൊക്കെ ദിക്റുകൾ നമ്മുടെ മനസ്സിലുണ്ടാകും. അതോടൊപ്പം നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക, സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇതിൽ പറയണ്ട, എന്തെങ്കിലും സംശയമുണ്ടോ ഹദീസിൽ? ക്ലിയർ ആണല്ലോ അല്ലേ? ബഷീർക്ക ക്ലിയർ അല്ലേ? ഹഫീസ് ഓക്കെ, എന്നാൽ ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وارحمنا ولوالدينا ولأساتذتنا ولجميع المؤمنين وارحمنا وإياهم بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد صلى الله عليه وسلم وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.